ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഓക്ലൻഡിലെ ഏറ്റവും പ്രശസ്തവും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആകർഷണമായ ഒരു സ്ഥലത്താണ് കെല്ലി ടാർട്ടൺ സീ ലൈഫ് അക്വേറിയം. ഇതിൻ്റെ ഉള്ളിൽ വളരെ അധികം കാഴ്ചകൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ സ്കോട്ട് ഹട്ടാണ്. അത് ഒരു അന്റാർട്ടിക് സോണാണ്. ഇപ്പോൾ നമ്മൾ കിടക്കുന്നത് അന്റാർട്ടിക് സോണിലേക്കാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര തണുപ്പും നിശബ്ദതയും ലൈറ്റിങ്ങും എല്ലാം നമ്മളൊരു വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇത് സ്കോട്ട് ഹട്ട് എന്നറിയപ്പെടുന്ന ഒരു ചരിത്രത്തിൻ്റെ പുനർനിർമ്മാണമാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് കടുത്ത തണുപ്പിലും മഞ്ഞത്തും ഒക്കെയാണ് ഗവേഷകർ അവിടെ താമസിച്ചിരുന്നത്. ഇപ്പം നമ്മളൊരു കുറച്ച് ഒരു ടൈം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് തണുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാസങ്ങളോളം ആ ഒരു അന്റാർട്ടിക്കയിൽ ജീവിച്ചിരുന്നപ്പോൾ അവരെത്രയ്ക്കും ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവിടെ അവരുടെ ആ ഒരു എക്സ്പെഡിഷൻ്റെ ഭാഗമായിട്ട് അവരുപയോഗിച്ചിരുന്ന ടൂൾസും കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. പിന്നെ ഇതൊരു പെൻഗ്വിൻ്റെ സ്കെൽറ്റനാണ് കാണുന്നത്. പിന്നെ ആ സ്കോട്ട് അവിടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ പേരും കാര്യങ്ങളും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് കടലിൻ്റെയും മനുഷ്യൻ്റെയൊക്കെ തമ്മിലുള്ള ബന്ധം എത്രമാത്രം ശക്തമാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ഈ സ്ഥലത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളെ കാണാൻ പോവുകയാണ്. നമ്മുടെ പെൻഗ്വിൻ കുട്ടന്മാരെ. ഈ പെൻഗ്വിൻ കുട്ടന്മാരെ കാണാൻ എന്ത് രസമാണെന്നറിയോ? ഇവരുടെ കുണുങ്ങിയുള്ള നടത്തവും എന്ത് സ്പീഡിലാണ് അവർ നീന്തണേന്ന് നോക്കി. ഇത്രയ്ക്കും അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ നമുക്ക് അന്റാർട്ടിക്കയിലൊന്നും പോകണ്ട. നമ്മുടെ ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെ ഈ സീ ലൈഫ് അക്വേറിയം വിസിറ്റ് ചെയ്താൽ മതി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് പെൻഗ്വിൻസിനെ കാണാൻ പറ്റുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. ഇവരുടെ കളറും അവരുടെ ആ കുണുങ്ങിയുള്ള നടത്തവും അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്ക് അവിടെ ഒരു ഗൈഡ് പോലെയുണ്ട്. അപ്പോൾ അവർ ഈ ഒരു പെൻഗ്വിൻസിൻ്റെ ലൈഫിനെ കുറിച്ച് നമുക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ മെയിൽ പെൻഗ്വിൻസും ഫീമെയിൽ പെൻഗ്വിൻസും, ശരിക്കും ഇതിനെ ജെൻഡു പെൻഗ്വിൻസ് എന്നാണ് പറയുന്നത്. ഇവിടെയുള്ളത് കിങ് പെൻഗ്വിൻസും ജെൻഡു പെൻഗ്വിൻസും ആണ്. നിലത്ത് നടക്കുമ്പോൾ ചെറുതായിട്ട് കുലുങ്ങി വളരെ ക്യൂട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ യഥാർത്ഥത്തിൽ ചാമ്പ്യന്മാരാണ്. പിന്നെ ഓരോരുത്തരുടെയും പേരും കാര്യങ്ങളും എല്ലാം ഇവിടെ നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു അന്തരീക്ഷം തന്നെ അവർക്ക് അവിടെ ലിവ് ചെയ്യാനായിട്ടുള്ളൊരു ഹാബിറ്ററ്റ് അവരവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. ഇപ്പം എന്തും അല്ലേ മനുഷ്യൻ്റെ ഒരു കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും. അവർ ഏതൊരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് ആ സെയിം അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവരെ ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങൾ തന്നെ കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ? ശരിക്കും ഈ മെയിൽ പെൻഗ്വിൻസ് എല്ലാം അവിടെ പോയിട്ട് ഓരോ പെബിൾസും ഇതൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരും. ഇങ്ങനെ റോക്കിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് നമ്മുടെ ഫീമെയിൽ പെൻഗ്വിൻസ്. പിന്നെ ഇവരെ കണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല ഏത് പെറ്റ്സുള്ള ആൾക്കാരെ വളർത്തുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് കൂടിയാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കഫറ്റേരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ റേ ഫിഷിനെയൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു അണ്ടർ വാട്ടർ ടണലുണ്ട്. അവിടെ നമുക്ക് ഷാർക്ക് നീന്തുന്നത് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അക്വേറിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ ഫിഷസ് ഉണ്ട്. പല വെറൈറ്റി ഓഫ് ടൈപ്സ് ഓഫ് ഫിഷസിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പം മഞ്ഞിൻ്റെ ലോകത്ത് നിന്ന് കടലിൻ്റെ നിറങ്ങളിലേക്കാണ് ശരിക്കും വന്നിരിക്കുന്നത്. ഇവിടെ ഓരോ ടാങ്കും ഒരു ചെറിയൊരു ലോകമാണ്. പല നിറത്തിലുള്ള മത്സ്യങ്ങളും പല ആകൃതിയിലുള്ള ജീവികൾ, ഒക്ടോപ്പസ്, ആമ, സീ ടർട്ടിൽ, അങ്ങനെ ഓരോന്നിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥകൾ എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും.
ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളൊരു വേറൊരു ലോകത്തെത്തിയ പോലെയാണ് ശരിക്കും നമുക്ക് തോന്നുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ കടൽ എത്ര സമ്പന്നമാണെന്നും അത് സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ലോബ്സ്റ്റർ ഉണ്ട്, ഒക്ടോപ്പസ് ഉണ്ട്, പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഒത്തിരി ജെല്ലി ഫിഷസ്, അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. പിന്നെ ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ആമ. പിന്നെ ഇവിടെ ഒരു വീഡിയോ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അക്വേറിയം ബിൽഡ് ചെയ്തതിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇതൊരു നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ്. നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇതിൻ്റെ ചുറ്റും നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ശരിക്കും ഇതിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു ഇങ്ങനെ തല കറങ്ങുന്ന ഒരു ഫീൽ കിട്ടും. അപ്പോൾ അത് അതിൻ്റെ ഒരു എൻവിറോൺമെൻറ്റിൻ്റെ പ്രത്യേകതയും പിന്നെ അത് സെറ്റ് ചെയ്തേക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ കൈയടിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഒഴിവ് കിട്ടുമ്പോൾ ഈ ഓക്ലൻഡിലോ ന്യൂസിലൻഡൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പോട്ട് ആരും മറക്കാതിരിക്കുക. നല്ല ഒരു വൺ ഡേ നമുക്ക് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ട് കൂടിയാണ് ഇത്. നമ്മൾ കണ്ടോ പെൻഗ്വിൻസൊക്കെ നീന്തുന്നത് നമ്മൾ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ അത് ശരിക്കും നമുക്ക് നേരിട്ട് കാണാനായിട്ട് ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഭയങ്കര സ്പീഡിലാട്ടോ ഇത് ശരിക്കും ഇവന്മാർ കിടന്ന് നീന്തുന്നത്. അത് നോക്കിയിരിക്കാൻ തന്നെ നമ്മൾ എല്ലാം മറന്ന് നമുക്കവിടെ നോക്കിയിരുന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വേറൊരു ലോകത്തെത്തിയ പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ ഈ ഒരു സ്വിമ്മിങ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു നടക്കണത് കാണുമ്പോൾ ശരിക്കും ഇത് ബേർഡ്സ് ആണോ അതോ ഫിഷാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഇവർ തമ്മിൽ മെയിൽ പെങ്കിനും ഫീമെയിൽ പെങ്കിനും തമ്മിലുള്ള ആ ഒരു മീറ്റിങ്ങും അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നതൊക്കെ കാണാനായിട്ട് ഒത്തിരി രസമാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവരുടെ ഓരോ പെങ്കിൻസിൻ്റെ ലൈഫ് സൈക്കിള്, അങ്ങനത്തെ അവർ ക്ലൈമറ്റ്, അവരുടെ പ്രിഫറൻസ് എന്താണ് എല്ലാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. വളരെ നല്ലതായിട്ട് തന്നെ അവിടെ ആ ഗൈഡ് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെയാണ് നമുക്ക് ഓരോ പെൻഗ്വിൻസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു പെൻഗ്വിൻസ് ഉള്ള ഭാഗത്തേക്ക് നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു തണുപ്പുള്ള കാറ്റൊക്കെ നമ്മളേക്ക് തോന്നും. കാരണം പെൻഗ്വിൻസിന് അനുയോജ്യമായിട്ട് അന്റാർട്ടിക്കൻ താപനിലയിലാണ് ഇവിടെ സ്ഥിരമായിട്ട് അവർ നിലനിർത്തിയിരിക്കുന്നത്. പിന്നെ പെൻഗ്വിൻസിന് സ്വാഭാവികമായിട്ട് വളരെ തണുത്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജീവികളാണ്. അതിനാൽ തന്നെ ഇവിടുത്തെ താപനില, പിന്നെ വെള്ളത്തിൻ്റെ ശുദ്ധി, ലൈറ്റിങ്, എല്ലാ കാര്യങ്ങളും ഇവർ വളരെ ശ്രദ്ധയോടെ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് പെൻഗ്വിൻസിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ, അവരുടെ ഒരു എൻവിറോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹാബിറ്ററ്റ് തന്നെ ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെയുള്ള പെൻഗ്വിൻസിൻ്റെ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ 2 തരത്തിലുള്ള പെൻഗ്വിൻസാണ് കൂടുതലായിട്ടുള്ളത്. ഒന്ന് കിങ് പെൻഗ്വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉയരത്തിലുള്ളവയാണ്. പിന്നെ കഴുത്തിൻ്റെ അവിടെ മഞ്ഞ നിറമുള്ളതാണ് കിങ് പെൻഗ്വിൻസ്. നമുക്ക് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതെല്ലാം നമ്മുടെ കിങ് പെൻഗ്വിൻസ് ആണ്. മഞ്ഞ നിറമുള്ളതൊക്കെ കിങ് പെൻഗ്വിൻസ് ആണ്. പിന്നെ ഇവർ നടക്കണ കണ്ടു കഴിഞ്ഞാൽ മറ്റേ രാജാവ് നടക്കുന്ന പോലെയാണ്. രണ്ടാമതായിട്ടുള്ളത് ജെൻഡു പെൻഗ്വിൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവ ഭയങ്കരമായിട്ട് അവർക്ക് സ്പീഡിൽ നീന്താൻ പറ്റും. പിന്നെ കണ്ണിൻ്റെ മുകളിൽ അവർക്കൊരു വെള്ള പാടുണ്ടാവും. അതാണ് ജെൻഡു പെൻഗ്വിൻസ്. ഇപ്പോൾ കാണുന്ന ഇതാണ് ജെൻഡു പെൻഗ്വിൻസ്. അപ്പോൾ ഇവരുടെ 2 പേരും പെൻഗ്വിൻസ് ആണെങ്കിൽ തന്നെ ഈ 2 വിഭാഗത്തിലുള്ളത് 2
തരം പെരുമാറ്റമാണ് ഇവർക്കുണ്ടാകുക. പിന്നെ ഇവർ നിലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാത്ത പോലെ തോന്നും. പക്ഷേ ഇവർ വെള്ളത്തിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് സ്പീഡാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ഇവർക്ക് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ മുകളിലേക്കും താഴോട്ടേക്കൊക്കെ നമുക്ക് ഭയങ്കര സ്പീഡിലായിട്ട് ഇവർ നീന്താനായിട്ട് ഇവർക്ക് സാധിക്കും. പിന്നെ ഇവരുടെ ഒരു നമ്മൾ ചിറക് പോലെ തോന്നണില്ല, അത് ആക്ച്വലി ചിറകല്ല, അതൊരു ഫ്ലിപ്പറുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് അത്രയ്ക്കും സ്പീഡിൽ നീന്താനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പെൻഗ്വിൻസിന് ശരിക്കും ഇവർ ഫുഡ് കൊടുക്കുന്നത് ആക്ച്വലി ഫ്രഷ് വാട്ടറിലുള്ള ചെറിയ മീനുകളെയാണ് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ടേക്ക് കെയർ ചെയ്യുന്ന പരിചാരകർ ഓരോ പെൻഗ്വിൻസിൻ്റെയും ഭാരവും ആരോഗ്യവും പെരുമാറ്റവും എല്ലാം ഇവർ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. ശരിക്കും ഇതൊരു എക്സിബിഷൻ പോലെ അല്ല, ശരിക്കും അവർ നമ്മുടെ ഒരു കുടുംബത്തിൽ പെറ്റ്സിനൊക്കെ നോക്കണ പോലെ തന്നെയാണ് ഇവർ ഈ ഒരു പെൻഗ്വിൻസിനൊക്കെ പരിചരിക്കുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ മാത്രമല്ല, നമ്മുടെ ഈ പെൻഗ്വിൻസൊക്കെ വളരെ ബുദ്ധിയുള്ള ജീവികളാണ്. ഇവ തമ്മിൽ ആക്ച്വലി സൗണ്ട് വഴിയും നമുക്ക് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു അമ്മയായിട്ടുള്ള ഒരു പെൻഗ്വിൻ തൻ്റെ കുഞ്ഞിനെ സ്വന്തം ശബ്ദം കൊണ്ട് തന്നെ തിരിച്ചറിയും. അതൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതകരമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ പെൻഗ്വിൻസിനെ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം, നമ്മൾ ജീവിതകാലം മുഴുവനായിട്ട് ഇവർ ഒരു പങ്കാളിയോടൊപ്പമാണ് ജീവിക്കുക. ഇപ്പം കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പോലും അവർ ശരിക്കും അച്ഛനും അമ്മയും ഒരുപോലെ പങ്കുവഹിക്കും. അത് നമ്മൾ മനുഷ്യരിൽ പോലും കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹബന്ധമാണ് ഈ പെൻഗ്വിൻസിൻ്റെ ഇടയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്പം പെൻഗ്വിൻസിൻ്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. പക്ഷെ അതൊരു കാലാവസ്ഥയുടെ മാറ്റവും പിന്നെ സീ പൊല്യൂഷനും അതിലാണ് മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങൾ ശരിക്കും വിനോദത്തിന് മാത്രമല്ല, ശരിക്കും അവയെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സും അവരുടെ ഒരു പ്രിസർവേഷനും എല്ലാ കാര്യങ്ങളും ലക്ഷ്യമിടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അക്വേറിയം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നതും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും ഇത് കുറച്ചും കൂടിയും കൗതുകമായിട്ട് തോന്നും. കുട്ടികൾക്ക് മാത്രമല്ല, അഡൽസിനും ഒരുപോലെ തന്നെ കൗതുകമാണ്. കാരണം പെൻഗ്വിൻസിനെ അങ്ങനെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വളരെയായിട്ട് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു പ്ലേസ് കൂടിയാണ്. അപ്പോൾ കഴിയുന്ന എല്ലാവരും ഓക്ലൻഡിലുള്ളവരൊക്കെ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു പെബിൾസ് പറക്കി അവരിങ്ങനെ ആ ഒരു കൂട്ടിൽ കൊണ്ടുവച്ച് കൊടുക്കണതെല്ലാം ആൺ പെൻഗ്വിൻസാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പെണ്ണു പെൻഗ്വിൻ അവിടെ മുട്ടയിട്ടിട്ട് അവർ അടയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ കൂട്ടിൽ പോയിട്ട് ഇവർ അവിടെ നിന്ന് പെബിൾസ് എടുത്ത് പറക്കി ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ശരിക്കും അവർ സൗണ്ടിൽ കൂടെ അവരുടെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പെൻഗ്വിൻസിനെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഞാൻ ഒത്തിരി യാത്രയുടെ വ്ളോഗുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ വാൾസിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എന്താണ്, ഇവയെ ഇങ്ങനെയൊക്കെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ പകുതി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയും. പിന്നെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രയ്ക്ക് അത് വിസിബിൾ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനെങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നോക്കിയിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പെൻഗ്വിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇതൊരു വലിയൊരു ജയൻറ്റ് സ്ക്വിഡിൻ്റെ അവരിങ്ങനെ ബോഡി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുക. പിന്നെ ഇവരുടെ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും. ഇത് ആക്ച്വലി ഒറിജിനൽ സ്ക്വിഡാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കണവ എന്ന് പറയും.
അതിൻ്റെ വലിയൊരു സൈസിലുള്ള ഒരു ഇതാണ് ഇവിടെ എൻ്റെ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കുഞ്ഞ് കുറേ അക്വേറിയം ഉണ്ട്. അതിൽ ഇപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞ് നല്ല ഇങ്ങനെ അലങ്കാര മത്സ്യങ്ങൾ പോലത്തെ ഒത്തിരി മീനിനെ കാണാനായിട്ട് സാധിക്കും. ശരിക്കും ആ ഒരു ബോളിൻ്റെ ഉള്ളിൽ ശരിക്കും അവരുടെ അത്രയും ഒരു ലൈഫ് കൂടിയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുക, അവരുടെ ഒരു ലൈഫ്. പിന്നെ ഇവിടെ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എൻ്റർടൈൻമെൻറ്റും ഇൻഫർമേഷൻ വീഡിയോസും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒത്തിരി നടന്ന് കാണാൻ ഇവിടുത്തെ ഈ ലൈറ്റിങ്സിനെ കുറിച്ച് പറയാനായിട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് ജെല്ലി ഫിഷാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ സമയം പോണത് അറിയില്ല. പിന്നെ ഇതൊക്കെ നമുക്ക് അങ്ങനെ എന്നും കിട്ടുന്ന അവസരമല്ലല്ലോ. ഇതിനൊക്കെ കാണാൻ എന്ത് ഭംഗിയാല്ലേ. ഓഹ് അടിപൊളി. പിന്നെ ഇത് സ്റ്റാർ ഫിഷാണ്. പിന്നെ അങ്ങനെ പല വെറൈറ്റി ഓഫ് ഫിഷസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ആ ഫിഷിനെയൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കഫറ്റേരിയ പോലത്തെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് റെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ ഇനിയുണ്ട് കേട്ടോ ഒത്തിരി. ഇനി പുതിയ കാഴ്ചകളൊക്കെ വരാൻ പോകണുള്ളൂ. നമ്മൾ ഇതിൻ്റെ എൻഡിൽ നമ്മൾക്ക് അടിപൊളി ഒരു സംഭവം കാണിച്ചു തരാം. പിന്നെ ഇവിടെ കഫറ്റേരിയയിൽ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിഡ്സിനൊക്കെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്നാക്ക് ഷോപ്പ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് റേ ഫിഷാണ്. ഇത് റേ ഫിഷിന് മാത്രമായിട്ട് അവിടെ വേറൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തെരണ്ടി മീൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനാണ്. ഇതിൻ്റെ ആക്ച്വലി വലിയ സൈസിനെ നമ്മൾ വേറൊരു സ്ഥലത്ത് കാണും. അതിപ്പോൾ സർപ്രൈസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ചെറിയ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയാണ് കേട്ടോ. പിന്നെ കഫറ്റേരിയയുടെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് ആക്ച്വലി കടൽ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ആക്ച്വലി അവിടെ ഒരു ലെവൽ വെച്ചിട്ടുണ്ട്, എത്ര ലെവലിൽ വെള്ളം കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ആ കഫറ്റേരിയയുടെ അവിടെ ഒരു കോഫിയൊക്കെ കുടിച്ച് ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിരിക്കാനും നല്ലൊരു സ്പോട്ട് കൂടിയാണ്. പിന്നെ ഇവിടെ ഒത്തിരി പെബിൾസ് കാര്യങ്ങൾ, കടലിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ടൈപ്പ് പെബിൾസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. റോക്സ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഗെയിം പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആമകളെ
കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു കാർഡ്സ് കിട്ടും. ആ കാർഡ് നമ്മളിവിടെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്താണ് ആരോഗ്യപരമായിട്ട് എന്താണ് ബുദ്ധിമുട്ടുള്ളത് അങ്ങനെയൊക്കെ അതിൽ എഴുതി കാണിച്ചു തരും കേട്ടോ. പിന്നെ നമ്മൾ കാർഡ് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഇതിപ്പോൾ ഞാനൊരു കാർഡ് എടുത്തു, ഇങ്ങനെ ഒത്തിരി കാർഡ്സ് അവിടെ ഇട്ടിട്ടുണ്ട്. ഓരോ വെറൈറ്റി ആയിട്ടുള്ള ടർട്ടിൽസിനെ കുറിച്ച് നമുക്കറിയാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഇതിൻ്റെ ഫുള്ള് നമുക്ക് പല ടൈപ്സ് ഓഫ് അക്വേറിയംസ് കാര്യങ്ങളാണ്. പിന്നെ ഇതൊരു ഗെയിമാണ്. ഇവിടെ നമ്മൾ അവിടെ നിന്ന് നേരത്തെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത ആ കാർഡ് ഇവിടെ ആക്ച്വലി ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു അനിമേറ്റഡ് വീഡിയോ പോലെ നമ്മൾ കാർഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ആമേനെ നമ്മൾ തിരിച്ച് കടലിലേക്ക് വിടുന്ന പോലെയായിട്ട് ഒരു വീഡിയോ അനിമേഷൻ പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ എല്ലാം ശരിക്കും ഈ പ്ലേസ് ഞാൻ ഒത്തിരി ഫുള്ളായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടർട്ടിൽ കാർഡ് നമ്മളിവിടെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ആ ആമ ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ പോണതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലിങ്ങനെ എഴുതി പറയും, യു ഹാവ് റിലീസ്ഡ് ദിസ് ടർട്ടിൽ ടു ദ സീ അങ്ങനെയൊക്കെ പറഞ്ഞ്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ കുട്ടികളായിരിക്കും കുറച്ചും കൂടി ഈ ഒരു സ്പേസ് എൻജോയ് ചെയ്യുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ പലതരത്തിലുള്ള ടർട്ടിൽ കാർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയില്ല എത്ര തരത്തിലുള്ള ആമകളും മത്സ്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇവിടെ എല്ലാം കാണിച്ചിട്ടില്ല. ബട്ട് നമ്മൾ ഈ ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പല നമ്മളിനി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എത്രയോ ബാക്കി കിടക്കുകയാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കാർഡ് ഇട്ട് കഴിയുമ്പോൾ ഇവിടെ കൗണ്ട്സ് എഴുതി കാണിക്കും. അപ്പോൾ ഇത്രയും ആമകളെ നമ്മൾ രക്ഷപ്പെടുത്തി എന്നാണ് അവർ എഴുതി കാണിക്കുന്നത്. പിന്നെ വീണ്ടും കുറേ അക്വേറിയംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം ഇതിൻ്റെ ഫുള്ള് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ഇടുന്നത്. പിന്നെ നമ്മൾ കിടക്കാൻ പോകുന്നതാണ് ഇതിലെ മോസ്റ്റ് അട്രാക്റ്റീവ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. ഇതിൽ ആക്ച്വലി നമ്മൾ കാണാൻ പോകുന്നത് ഒരു അണ്ടർ വാട്ടർ ടണലാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കിടക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള ഈ ഒരു കെല്ലി ഡാൾട്ടൻ്റെ കുറിച്ചുള്ള ഒരു ബയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പുള്ളിയുടെ പേരിലാണ് നമ്മുടെ സീ ലൈഫ് കെല്ലി ഡാൾട്ടൻ്റെ ഈ ഒരു അക്വേറിയം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് വാൾസിലും പിന്നെ വീഡിയോയിലും എല്ലാം അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം, നമ്മുടെ അണ്ടർ വാട്ടർ ടണലാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആക്ച്വലി മുകളിലൂടെ നമുക്ക് മത്സ്യങ്ങളും കടലാമകളും ഷാർക്ക് ഇതെല്ലാം നമ്മുടെ ചുറ്റിലിങ്ങനെ നീന്തണത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളിതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ 2-3 ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ അക്വേറിയം അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാണ്. നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് ഒത്തിരി അത്യാവശ്യം ഒരു ഏരിയ ഉണ്ട് കേട്ടോ നടന്ന് കാണാനായിട്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് മുകളിൽ ഫുള്ളും ഇങ്ങനെ മീനുകൾ ഓടി നടക്കുന്നതും എല്ലാം നമുക്ക് കാണാം. അപ്പം നമ്മൾ വിചാരിക്കുക ആക്ച്വലി നമ്മളിതൊരു വേറൊരു ലോകത്ത് എത്തിയ പോലെ തോന്നും നമുക്ക്. നമ്മളിപ്പോൾ ക്യാമറ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു വേറൊരു ലോകമായിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണിച്ചപ്പോൾ അവർ നമുക്ക് പോസൊക്കെ ചെയ്ത് തന്നായിരുന്നു. ഇവിടെ നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഡെയിലി 2 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഡൈവേഴ്സ് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ആൾക്കാരിങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോഴും
ഇപ്പോൾ പിന്നെ ഈ ഗ്ലാസ്സൊക്കെ അവർ നന്നായിട്ട് തുടയ്ക്കുന്നതൊക്കെ കാണാം. അപ്പോൾ നമ്മളുടെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും കാണാനായിട്ട് സാധിക്കും. ആരെങ്കിലും ഇവിടെ സ്ക്യൂബ ഡൈവിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. എനിക്ക് ഇവരെ കണ്ടപ്പോൾ പെട്ടെന്ന് സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വന്നു. പിന്നെ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നത്, നമ്മുടെ ഷാർക്ക്. ഇവിടെ ആക്ച്വലി നല്ല വലിയ ഷാർക്ക് ഉണ്ട് കേട്ടോ. അതിങ്ങനെ നമ്മുടെ തലയുടെ മുകളിൽക്കൂടെ ഇങ്ങനെ നീന്തണമെന്ന് കാണാൻ പറ്റും നമുക്ക് ശരിക്കും. പിന്നെ റേ ഫിഷ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആക്ച്വലി റേ ഫിഷും പിന്നെ കുറച്ച് ചെറിയൊരു മീനും പിന്നെ ഷാർക്ക് മാത്രമുള്ള ഈ ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ. ഇത് ആക്ച്വലി നമ്മൾ ഒരു അണ്ടർ വാട്ടർ ടണൽ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ തെരണ്ടി മീൻ നമ്മുടെ മോളിക്കൂടെ നീന്തണം കാണുമ്പോൾ ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊരു കിടിലൻ വ്യൂ തന്നെയാട്ടോ. ഈ ഷാർക്കും റേ ഫിഷൊക്കെ നമ്മുടെ തലയുടെ മുകളിൽക്കൂടെ നീന്തണ പോലെ തന്നെ നമ്മളിപ്പോൾ ക്യാമറയിലൊന്നും നോക്കാണ്ട് ശരിക്കും ഇങ്ങനെ മുകളിലോട്ട് മാത്രം ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടെ എഴുതി വെച്ചേക്കണത് റേ ഫിഷിനെയും ഷാർക്കിനെയും 100 മില്യൺ ഷാർക്സിനെയും റേ ഫിഷിനെയും ഹ്യൂമൻസ് ഓരോ വർഷവും കൊല്ലുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഷാർക്ക്. അപ്പോൾ ഈ ഒരു ഷാർക്കിനെ കണ്ടോ, എന്ത് വലുതാണെന്നറിയോ. ഞാൻ ആക്ച്വലി കുറച്ച് മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്, ഷാർക്ക് ഇങ്ങനെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനത്തെ മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നമ്മളെ ഭയപ്പെടുത്തുന്ന കൈൻഡ് ഓഫ് മൂവീസാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ അത്ര വലിയ കുഴപ്പമില്ല, കാരണം അത് അതിൻ്റെ ഉള്ളിലാണല്ലോ. പിന്നെ ഇവിടെ ഒരു സീ കേവിൻ്റെ ഒരു അഡ്വെഞ്ചർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്കവറി കാര്യങ്ങളെല്ലാം ഇവർ ഇവിടെ ശരിക്കും എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡു സപ്പോർട്ട്, ലൈക്ക്, കമൻറ്റ്, ഷെയർ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.